അന്നത്തെ മദ്രാസിലെ പഴയ കാല എക്സ്പീരിയൻസസ് ഒക്കെ ഓർക്കുമ്പോൾ അല്ലേ അതിലൂടെ എന്തോരം പഠിച്ചു എന്നുള്ളത് ഇപ്പം ആലോചിക്കുമ്പോഴാണ് അതൊക്കെ മനസ്സിലാവണല്ലേ. ഇത്രയും മ്യൂസിഷ്യൻസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ കാരണം ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റ്സ്. ഒരു ദിവസം നമ്മൾ ഇപ്പം വടപള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ അമ്പലത്തിൽ പോകുമ്പോൾ ഒരുപാട് മൂർത്തികളുണ്ടാവും. ഇവിടെ വിനാവർത്തപ്പനാണ്, ഇവിടെ വൈക്കത്തപ്പനാണ്, വിഷ്ണുവാണെന്നൊക്കെ പറഞ്ഞ പോലെ പ്രസാദ് സ്റ്റുഡിയോ എന്ന് കഴിഞ്ഞാൽ ആദ്യം രാജസാറിൻ്റെ സ്റ്റുഡിയോ, നമസ്കാരം, അപ്പുറത്ത് ദേവസാറിൻ്റെ സ്റ്റുഡിയോ, ഞങ്ങോട്ട് മാറി കഴിയുമ്പോൾ ജോൺ ചേട്ടൻ്റെ 70mm, ശരി, അത് അപ്പുറത്ത് മാറി കഴിയുമ്പോൾ മറ്റേ തെലുഗു വർക്ക് ചെയ്യുന്ന മണികണ്ഠ സ്ഥലം, അല്ലെങ്കിൽ കീരവാണി സാറിൻ്റെ AVMൽ. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. നേരം വിളിച്ചു കഴിഞ്ഞാൽ ശരിക്കും അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ചെന്നൈ എന്ന് പറഞ്ഞാൽ ഒരു ഹബ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ അത് സംഗീതജ്ഞരെ ഇഷ്ടംപോലെ മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇഷ്ടംപോലെ സിംഗേഴ്സ്. നമ്മളൊന്നും ആരും അല്ലാന്ന് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും അധികം പാട്ട് വെച്ചാൽ മലയാളം മാത്രമല്ലേ ഉള്ളൂ. മറ്റേതല്ല, തെലുഗു ഫിലിം ഇൻഡസ്ട്രിയുടെ തമിഴ്, ഹിന്ദി, അതുപോലെ കുറേ വർക്കുകൾ ഡിഫറെൻറ്റ് വർക്കുകൾ, ബംഗാളി ഫിലിംസിൻ്റെ ഒക്കെ തന്നെ, സലിൻ്റെ ഒക്കെ തന്നെ അവിടെ ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മ്യൂസിഷ്യൻസിന് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടൈം ഏകദേശം ഇങ്ങനെ നമുക്ക് കുറച്ചിങ്ങനെ കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു ടൈം, 6 മണിക്കൂറേ ഉള്ളൂ അറിയാലോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലാം പറഞ്ഞു തീർക്കണം, പാടി തീർക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വൺ ഓഫ് ചേട്ടൻ പാടിയ പാട്ടുകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. ഇത് വിദ്യാജിയുടെ പാട്ട് തന്നെയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു താരാട്ട് പാട്ടാണ് വിദ്യാജിയുടെ. മുല്ല എന്ന് പറഞ്ഞ ചിത്രത്തിന് വേണ്ടി ചേട്ടൻ പാടിയ പാട്ട്, കണ്ണിൻ വാതിൽ ചാരാതെ. സോളോ വേർഷൻ ഉണ്ടായിരുന്നു, ഞാനും ഗായത്രിയും കൂടെ ഒരു വേർഷനാണ് ഫിലിമിന് വേണ്ടി ചെയ്തത്. അതെ അതെ അതെ, ഗായത്രിയും പാടിയിട്ടുണ്ട്. ഭയങ്കര രസമുള്ള പാട്ടാണ്. അപ്പോൾ എനിക്കോട് ഇന്ന് ഡ്യുവറ്റിൻ്റെ ഈ ഒരു ബാക്കിംഗ് ഒക്കെ വെച്ച് ചേട്ടന് പാടാൻ പറ്റിയൊരു സോങ് തന്നെയാണ്. അപ്പോൾ എനിക്കും ഡ്യുവറ്റിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും കെൻ യു പ്ലീസ് ഡു ദാറ്റ് സോങ്? ജോസ്നെ കാണാൻ പഠിച്ചിട്ടുള്ള പാട്ടാണെങ്കിൽ ഒരുപാട് പ്രയോജനപ്പെടുകയും ചെയ്യും. അതെ അതെ അതെ, ഞാനിപ്പോൾ അങ്ങനത്തെ പാട്ടുകൾ ഫുള്ള് കേൾക്കണേ. കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ, എണ്ണാതൊരു മുത്തം ഞാൻ തന്നോട്ടെ. ആരാരോ ആരാരോ ആരീരോ ആരിരാരോ. കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ, എണ്ണാതൊരു മുത്തം ഞാൻ തന്നോട്ടെ. ആരാരോ ആരാരോ ആരീരോ ആരിരാരോ. ഇടനെഞ്ചുരുകും ചൂടുപറ്റി കയ്യൊരുക്കും തൊട്ടിലിന്മേൽ കൺമണിയെ കണ്ണടയ്ക്ക് നീ ഉറങ്ങ്. ആരാരോ ആരാരോ ആരീരോ ആരിരാരോ. തളിരിന്മേയിൽ തഴുകാനെന്നും പനിനീരോ നദിയായി, അരയിൽ നിന്നും ചരടായി മാറാൻ കിരണങ്ങൾ വരവായി. ഓളം തുള്ളി മെല്ലെ പാടി കാളിന്തി, ഓമൽ ചുണ്ടിൽ ചേരാ കൊഞ്ചി പാലാഴി. ഈ നാളിൽ നിന്നെ താലോലിച്ചൻ മൗനം പോലും താരാട്ടാകുന്നേ. ആരാരോ
ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ, എണ്ണാതൊരു മുത്തം ഞാൻ തന്നോട്ടെ. ആരാരോ ആരാരോ ആരീരോ ആരീരോ. സച്ച് എ ക്യൂട്ട് 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 സോങ്. അയ്യോടാ അയ്യോടാ എന്ന് പറയാൻ തോന്നുന്നു കേട്ട് കഴിയുമ്പോൾ.